നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിസ്തുലനാമേശുവേ. നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ വേല തികച്ചിടുവാൻ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ വേല തികച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രിയുടെ യാമം മുഴുവനും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ, ഒരു പുതിയ ദിവസത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. നന്ദി അപ്പാ, നന്ദി, നന്ദി അപ്പം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാ നാഥാ അത് തന്ന് സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന അടിയങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, ആവശ്യത്തോടെ, വേദനയോടൊക്കെ അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വരുന്നവരാരും ലജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ മേൽ ഞങ്ങൾ ഇട്ടുതരികയാ. ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന ഒരു നല്ല അപ്പച്ചൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ കടന്നു വരണമേ കർത്താവേ, ഞങ്ങളുടെ നടുവിലൊന്ന് കടന്നു വരുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമൊന്ന് ശ്രവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരമൊന്ന് ഞങ്ങളുടെ മേൽ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സ്വർഗം ഞങ്ങളുടെ യാചനയ്ക്ക് മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവമല്ലെന്നിടത്ത് വചനമുണ്ട് കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവമാ, ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ ഇരുന്ന ദൈവമാ, സർവ്വമഹത്വം ഞങ്ങൾ അങ്ങയ്ക്ക് തരികയാ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ കുടുംബ ജീവിതം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ പഠനം, കർത്താവ് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗം അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിച്ച് സൂക്ഷിക്കുമാറാകണം. ദൈവമായ കർത്താവ്, പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ആരംഭം മുതൽ നന്നായി പഠിക്കണം, പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കണം സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണല്ലേ, ദുഷ്ടപിശാചി തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവെ, അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട്. OETയും IELTSഉം ജർമ്മൻ ഭാഷയും പഠിക്കുന്ന മക്കളുണ്ട്. പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവെ. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവർക്ക് ബുദ്ധിയാലോചനയും കൊടുക്കണമേ. കർത്താവരുടെ ഭാവിയൊക്കെ ശോഭനമായി മാറണം. കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നടക്കണം. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദുരിതകളിലായിരിക്കുന്ന നിങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുകയാണ്. ജോലി ചെയ്യുന്ന മക്കളുണ്ട്, പഠിക്കുന്ന മക്കളുണ്ടപ്പാ. ഇവരെ സഹായിക്കണമേ, കാത്തുകൊള്ളണമേ കർത്താവേ. ശത്രു കാണല്ലേ, ദുഷ്ടപിശാചി തുടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹം കോട്ടയമായി മാറട്ടെ കർത്താവേ. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. ജോലി ചെയ്യുന്ന മക്കൾക്ക് ആരോഗ്യം ബലം കൊടുത്തവരെ സൂക്ഷിക്കുമാറാകണമേ.
വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്ക തുണിയൊരുക്കി മാനിക്കണമേ കർത്താവേ. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് സഹായിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികോളം കൂടെ നിന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് സഹായിച്ചാട്ട് കർത്താവേ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുകയാ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം അവിടുത്തെ ദാനമാ. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ കർത്താവേ. ആ സ്വർഗീയ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഈ വാസം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു കർത്താവ്. പലവിധ വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട്. അപ്പൻ്റെ ഉള്ളംകരത്തിൽ ഏൽപ്പിക്കുക. സ്വർഗം സഹായിക്കുമാറാകണം. ഓരോ പ്രശ്നവും സ്വർഗം ഏറ്റെടുക്കുമാറാകണം. എൻ്റെ അപ്പനെല്ലാ വിഷയത്തിനും പരിഹാരം കണ്ടെത്തുമാറാകണം. എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ജീവിതങ്ങളും മുൻപോട്ട് കടന്നു വരട്ടെ കർത്താവേ. പ്രാർത്ഥനയുടെ മറുപടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെ വിധവകളെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന്, വഴി നടത്തുന്ന ദൈവം അവിടുന്ന്, തൻ്റെ മക്കളെ കരുതുന്ന ദൈവം അവിടുന്ന്. സ്വർഗം സഹായിക്കുമാറാകണമേ. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം ആശ്വസിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കടഭാരമുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ അപ്പാ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സ്വർഗം ഭവനം നൽകണമേ കർത്താവേ. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. സ്വർഗത്തിലെ അപ്പച്ച, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. പുതുവർഷക്കാലം പുതിയ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും ദൈവകൃപകളും കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ കാത്തുകൊള്ളുമാറാകണം. കഷ്ടനഷ്ടം കൂടാതെ സ്വർഗം ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്വർഗമേ സഹായിക്കുമാറാകണമേ. നാഥ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇന്ന് വരെ നടത്തിയതാ, പിന്നെയും നടത്തുവാൻ സർവശക്തനാ കർത്താവെ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണമേ. ലക്ഷ്യസ്ഥാനത്തെത്തോളം കൃപയ്ക്കുള്ളിലങ്ങ് മറച്ചുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളും സഹോദരിമാർ കുഞ്ഞുങ്ങളുണ്ടപ്പാ. സ്വർഗമേ മാനസാന്തരം നൽകി സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെയെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവേ. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. എൻ്റെ സ്വർഗമേ, ഐസിയുലും സിസിയുലും ഡെലിവറി റൂമിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥാ, നീ എല്ലാം കാണുന്ന ദൈവം, അറിയുന്ന ദൈവമാകിയാൽ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുന്നപ്പാ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ അപ്പോൾ യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, തൈറോയിഡും ആസ്മ രോഗമുള്ളവർ കർത്താവേ, അലർജിയുടെ അസ്വസ്ഥതകളുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ, തലമുടി മുഴുവനും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, എൻ്റെ ദൈവമേ കിടക്കയിലായിരിക്കുന്ന ജീവിതങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ച എല്ലാവരെയും ഒരുപോലെ തിരുസന്നിധിയിലോട്ട് കൊണ്ട് തരികയാ. അങ്ങയുടെ പാതപിടം കടന്നു വന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ, ബ്ലീഡിംഗ് ഉള്ളവരുണ്ട് കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. നാഥ, അങ്ങ് തൊടുമാറാകണം. ഒരു തുള്ളി രക്തം കുത്തിവയ്ക്കുമാറാകണം. പൂർണ്ണ വിടുതലും സൗഖ്യവും തന്നേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാ. അങ്ങേ തൊട്ടൊരു സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളെ തൊടേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. സ്വർഗം ഇവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി അപ്പോൾ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോ ദേശത്തെയും കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കുക. എൻ്റെ സ്വർഗ്ഗം സമ്പൽ സമൃദ്ധമായി എല്ലാം അനുഗ്രഹിച്ച് സഹായിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
അപ്പോൾ ആ സുവിശേഷ വേലകളെ, വേലക്കാരെ, പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും എടുത്ത് ഉപയോഗിക്കുമാറാകണം. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും സ്വർഗം അറിയുന്നല്ലോ. സകല ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കാൻ കഴിവുള്ള ദൈവമേ, നിൻ്റെ കലവറ തുറന്നു കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുക. എൻ്റെ കർത്താവെ, വിശ്വസ്തരായിരിക്കാൻ, ദൈവകൃപ നിറഞ്ഞവരായിരിക്കാൻ, ആമേൻ, ഓരോ കാര്യങ്ങളും ബുദ്ധിയോടും പ്രാർത്ഥനയോടും ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കൾക്കും ആലോചന കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പ സ്തോത്രം. എല്ലാം അപ്പച്ചൻ്റെ പാദാന്ത്യം വയ്ക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും അടിയങ്ങളെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഇവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നവരെയും ഞങ്ങളെ എവിടെയെങ്കിലും സൂക്ഷിക്കുമാറാകണം. സകല വേദനകൾക്ക് വറുതി വരുത്തുമാറാകണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.